കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ഈ പൊതുദർശനം നടക്കുന്നത്. ആലുവ പെരിയാർ തീരത്തെ വീട്ടുവളപ്പിലേക്ക് വൈകിട്ട് 4:30 എത്തിച്ച് സംസ്കരിക്കും എന്ന വിവരമാണ് നേരത്തെ കുടുംബാംഗങ്ങളും ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ പങ്കുവച്ചത്. എത്രത്തോളം വൈകാരികമാണ് അവിടുത്തെ അന്തരീക്ഷം, ഒപ്പം സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്താണ്? രതീഷ്, ഉച്ചയ്ക്ക് 12 മണിവരെ കളമശ്ശേരി ടൗൺ ഹാളിലായിരിക്കും കബീർ പൊന്നമ്മയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക. അതിനുശേഷമാവും ഇവിടെ നിന്ന് ആലുവയിലേക്ക് ഈ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി മാറ്റുക. ഏതായാലും സിനിമാ രംഗത്തു നിന്നുൾപ്പെടെയുള്ള ആളുകൾ, അവരോടൊപ്പം തന്നെ പൊതുജനങ്ങളും വളരെയേറെ ഈ അവസാനമായി മലയാള സിനിമയുടെ മാതൃഭാവത്തെ ഒരു നോക്ക് കാണാനായി ഈ കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ജനാവലയാണ് ഈ മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ അണിനിരന്നിരിക്കുന്നത്. പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും വളരെയധികം ദുഃഖം നിറഞ്ഞ ഒരു മുഖഭാവമാണ് പലരുടെയും കാണാൻ സാധിക്കുന്നത്. മലയാള സിനിമയിലെ അമ്മവേഷങ്ങളിലൂടെ മലയാളികൾക്കിടയിൽ വളരെയധികം സുപരിചിതയായ ഒരു നടിയാണ്, മികച്ച ഒരു അഭിനേത്രിയാണ് സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നതെന്ന് എല്ലാ സിനിമാ പ്രേമികൾക്കിടയിലും അത് വ്യക്തമായി കാണാൻ സാധിക്കും. നാടകത്തിലും ടെലിവിഷനിലും എല്ലാം ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി എന്നതിനാൽ സിനിമയെ പരിചയമില്ലാത്ത ആളുകളിൽ ഇടയ്ക്ക് പോലും കബീർ പൊന്നമ്മയ്ക്ക് വ്യക്തമായ സ്ഥാനമുണ്ട്. അതിൻ്റെ അടയാളമാണ് ഈ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ കാണുന്ന ഈ വലിയ ജനാവലി. നിരവധി പ്രമുഖരാണ് ഈ അവസാനമായ ഒരു നോക്ക് മലയാള സിനിമയുടെ അമ്മയെ ഒരു നോക്ക് കാണുവാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മികച്ച ഒരു അഭിനയ പാഠവും തന്നെ ഈ നടിക്കുണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് 1971 മുതൽ 73 വരെ തുടർച്ചയായ 3 വർഷങ്ങളിൽ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്ന ഒരു നടിയായി മാറി. അതിനോടൊപ്പം 1994 മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം കബീർ പൊന്നമ്മയ്ക്ക് ലഭിച്ചു. മറ്റു നിരവധി പുരസ്കാരങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. വളരെ കൗതുകം നിറഞ്ഞ ഒരു സിനിമാ ജീവിതവും കൂടിയായിരുന്നു കബീർ പൊന്നമ്മയ്ക്ക് എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം നമ്മുടെ സത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ സത്യൻ്റെ അമ്മ വേഷത്തിലും നായിക വേഷത്തിലും കബീർ പൊന്നമ്മ വേഷമിട്ടിട്ടുണ്ട്. അത് ഒരേ വർഷത്തിൽ തന്നെ 1965 സത്യൻ്റെ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ നായികാവേഷവും ചെയ്തു. അതോടൊപ്പം തന്നെ തൊമ്മൻ്റെ മക്കൾ എന്ന അതേ വർഷം തന്നെ റിലീസായ സിനിമയിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മ വേഷവും ചെയ്തു. അരങ്ങേറ്റത്തിന് ശേഷം ഏതാണ്ട് 3 വർഷത്തിന് മാത്രം ഇപ്പുറമാണ് ഈ അമ്മവേഷം ചെയ്ത് കബീർ പൊന്നമ്മ തുടങ്ങുന്നത്. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിൽ മണ്ഡോദരി വേഷത്തിലൂടെയാണ് അദ്ദേഹം ഈ മികച്ച അഭിനേത്രിയെ മലയാള സിനിമയ്ക്ക് ലഭിക്കുന്നത്. അതിനുശേഷം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രയേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു വനിതാ ഒരു അഭിനേത്രി വളരെ വിരളമായിരിക്കും എന്ന് തന്നെ പറയാം. മറ്റു ഭാഷകളിൽ സത്യ എന്ന തമിഴ് ചിത്രത്തിലും കബീർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മലയാള സിനിമയുടെ ചരിത്രം പറയുകയാണെങ്കിൽ അതിൽ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കേണ്ട ഒരു പേരാണ്. ആ പേരാണ് ഇപ്പോൾ ഓർമ്മയിലേക്ക് മറയുന്നത്, ചരിത്രമായി മാറുന്നത്. പൊതുദർശനം തുടരുന്നു. മോഹൻലാൽ, മമ്മൂട്ടിയും ഉൾപ്പെടെ മക്കളാകെ അവിടെ ഉണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ.